നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മരണകാരണം നെഞ്ചിലേറ്റ ചവിട്ടെന്ന് കണ്ടെത്തൽ. ചവിട്ടേറ്റ കുഞ്ഞിന്റെ 7 വാരിയെല്ലുകൾ ഒടിഞ്ഞു. വാരിയെല്ലുകൾ ഒടിഞ്ഞ് ആന്തരികാവയവങ്ങൾക്കും പരിക്കേറ്റു. തലയ്ക്കേറ്റ ക്ഷതം 5 നീർക്കെട്ടുണ്ടാക്കിയെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. അതേസമയം നെടുമങ്ങാട് മരണപ്പെട്ട കുഞ്ഞിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം എൻ്റെ പല സുഹൃത്തുക്കളും എനിക്കൊരു മെസ്സേജ് അയക്കുണ്ടായി പേഴ്സണലായിട്ട്. അതായത് കുഞ്ഞ് സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞത് മെസ്സേജ് ഇടാൻ പാടില്ല, അത് തെറ്റാണ്. കാരണം ആ കുഞ്ഞനുഭവിച്ച സങ്കടങ്ങളും കുഞ്ഞനുഭവിച്ച വേദനകളും വളരെ വലുതാണ്, നമ്മളതിനെ കുറച്ച് കാണരുത്. ശരിക്കും ഞാനത് സ്വർഗത്തിലെത്തി എന്ന് പറഞ്ഞത് ആ അതായത് അമ്മയുടെയും ആ രണ്ടാനച്ഛൻ്റെ അടുത്തുനിന്ന്, അതായത് രാക്ഷസരമായിട്ടുള്ള 2 പേരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അല്ലാതെ ദൈവം മറ്റേ വാർത്ത ബിൽഡിങ് വെച്ചിട്ട് സ്വർണ്ണപ്പാലും അല്ലെങ്കിൽ പാലും തൈരും മറ്റേ ഇതൊക്കെ ഒഴുക്കുന്ന ഒരു സ്വർഗത്തിനെ കുറിച്ചല്ല ഞാൻ മെൻഷൻ ചെയ്തത്. അതായത് ആ കുഞ്ഞ് രക്ഷപ്പെടും, അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. കാരണം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഇഞ്ചിഞ്ചായി, കാരണം അത് നെഞ്ചിന് ചവിട്ടി വാരിയെല്ലൊടിഞ്ഞ് എന്താ പറയാൻ പറ്റുക തന്നെ എനിക്ക് പറ്റുന്നില്ല, വാക്കുകളെടുത്ത് പറയാൻ പറ്റുന്നില്ല. ആ കുഞ്ഞിനെ ഓടിപ്പോലും രക്ഷപ്പെടാൻ പറ്റില്ല. മനുഷ്യന്മാരുടെ ഒരു വീക്ക്നെസ്സാണ് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുന്നത്. സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. മറ്റുള്ള ജീവികളെ കണക്കല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഭയങ്കര വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ് എന്ന് പറയുന്നത് ഭയങ്കര വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. ആ കുഞ്ഞിന് വാവിട്ട് കരയാനോ ഓടി രക്ഷപ്പെടാനോ പറ്റിക്കാണുകയില്ല. ആ കുഞ്ഞിൻ്റെ കാലിലൊക്കെ സിഗരറ്റ് കത്തിച്ച് വെച്ചിട്ടുള്ള പാടുകളുണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ ഞാൻ മറ്റേ ആ പണിത് വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് ആ കുഞ്ഞ് പോയി എന്ന് കൺസെപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. കാരണം ആ കൊച്ചിൻ്റെ അച്ഛൻ മുമ്പ് മരിച്ചു പോയതാണ്. ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോയി എന്നുള്ളതാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞു വെച്ചത്. അല്ലാതെ ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റിനോട് എനിക്ക് വിശ്വാസമില്ല. കാരണം ദൈവം എന്ന് പറഞ്ഞ ആളുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കും. കാരണം എല്ലാം കാണുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. ഇതെല്ലാം കാണാൻ മാത്രമേ ദൈവം എന്ന് പറഞ്ഞ ആളെ കൊണ്ട് പറ്റത്തുള്ളൂ, അല്ലാതെ തടുക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഈ കുഞ്ഞിനെ വാരിയിലൊക്കെ ചവിട്ടി ഓടിച്ചിട്ട് ആ കുഞ്ഞിനെ അവനെയൊക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തൂക്കി കൊല്ലല്ല ചെയ്യേണ്ടത്. ഇവനെയൊക്കെ ഉണ്ടല്ലോ ആയുഷ്കാലം, അതായത് അവൻ്റെ മരണം വരെ അവനെ ജയിലിലിടണം, വിത്തൗട്ട് പരോളിൽ. അവനെ പുറം ലോകം കാണിക്കാതെ അവൻ ഓരോ ദിവസവും ആ കുഞ്ഞിനെ വേദനിപ്പിച്ചതിന് ആയുഷ്കാലം മൊത്തം അവൻ ജയിലിൽ കിടക്കണം. അവൻ മാത്രമല്ല അവളും. അതായത് തൻ്റെ സുഖം കൂടാൻ വേണ്ടിയിട്ട് വേറൊരുത്തരൊക്കെ പോകുമ്പോൾ ആ അമ്മ ആദ്യം ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിലൂടെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് ഭൂമിയിൽ. ആ കുട്ടിയുടെ എല്ലാ സംരക്ഷണവും താനാണ് ചെയ്യേണ്ടത്. കാരണം എല്ലാ ജീവജാലങ്ങളും അതങ്ങനെയാണ്. സ്വന്തം അമ്മ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയുണ്ട്, അച്ഛനില്ല. അമ്മയാണ് എല്ലാവരും. ഇപ്പോൾ പൂച്ചയായാലും പട്ടിയായാലും എല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ, പെറ്റിട്ട കുഞ്ഞുങ്ങളെ വളർത്തുന്ന എല്ലാ അമ്മമാരാണ്. കാരണം എല്ലാ ജീവജാലങ്ങളിലും അമ്മമാരുണ്ട്. കാരണം അതൊരു സത്യമായിട്ടുള്ള വേടാണ്. ഇവരുടെ കാര്യം ഈ മനുഷ്യൻ്റെ കാര്യത്തിലൊന്ന് ആലോചിക്കുന്നത് വെച്ചാൽ മനുഷ്യൻ അതിബുദ്ധിമാനായിട്ടുള്ള ജീവിയാണ്. തൻ്റെ സുഖത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാനും കൊല്ലാനും. ഇപ്പോൾ കണ്ടില്ലേ ഹരിപ്പാട് വെച്ചിട്ടല്ലേ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ദൂരെ എടുത്ത് വലിച്ചെറിഞ്ഞത്. ഒരുപാട് കേസുകൾ, ഇപ്പോൾ എത്ര കേസായി നമ്മൾ കാണുന്നു. അതിബുദ്ധിമാനായിട്ടുള്ള ജീവിയാണ്. തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് കൊല്ലാനും അല്ലെങ്കിൽ ഉപദ്രവിക്കാനും യാതൊരു മടിയില്ലാത്ത ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്മാരെയും ഒന്നും ഒരിക്കലും, അതായത് കുഞ്ഞിൻ്റെ മേത്ത് കൈവയ്ക്കുന്നവന്മാരെ ഇനി ഒരു കാലത്തും നമ്മൾ ഇതുപോലെ വെറുതെ വിടുന്ന രീതി ശരിയാകത്തില്ല. ഇനി കുഞ്ഞുങ്ങളെ കൊണ്ട് സ്വന്തം അച്ഛനമ്മയും ഹോസ്പിറ്റലിൽ വന്നാൽ ആ കുഞ്ഞിൻ്റെ മേത്ത് എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യുക. കാരണം അമ്മമാരും ഉപദ്രവിക്കത്തില്ലെന്നുള്ള കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇനി ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ തന്നെ അത് അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക പോലീസിലേക്ക്. കാരണം ഓരോ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി നമ്മുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ ഇപ്പോൾ ഇനി വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഭയങ്കരമായിട്ടുള്ള ക്രൂരതയാണ് വന്നിരിക്കുന്നത്. കാരണം 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മേത്ത് ലോകത്ത് നടക്കുന്നതിൽ ഏറ്റവും വലിയ ക്രൂരതകളൊന്നാണ് വരുന്നത്. പല ആൾക്കാരും ചില കാര്യങ്ങളെ മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെതിരെയൊന്നും അവർക്ക് സംസാരിക്കാനൊന്നും ചിലവർക്കില്ല. ചില സെലിബ്രിറ്റികൾക്കൊന്നും ഒന്നും അവരുടെ നാക്കിലൊന്നും ഇല്ല. അല്ല, കാരണം ഇത് ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് ചിലർ മിണ്ടാതിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പല ചെറിയ കാര്യങ്ങൾ നടന്നാൽ തന്നെ ഭയങ്കരമായിട്ട് അതിനൊക്കെ ചിലവർ ഓവർ സ്മാർട്ട് കാണിക്കുന്നുണ്ട്. ചിലവരുടെയൊക്കെ സങ്കടം കാണാൻ നേരത്ത് നമുക്കത് അത് കണക്റ്റ് ആകുന്നില്ല. ഇപ്പോൾ രേണുസുതി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതിന്. കാരണം രേണുസുതി ചിലപ്പം ആത്മാർത്ഥമായിട്ട് ഇട്ടായിരിക്കാം, അതിനകത്ത് എനിക്ക് ഡൗട്ടില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കണം. കാരണം നിങ്ങളെ കണക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരമ്മമാർ തന്നെയാണ് ഈ ഒരു വലിയ അപകടം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരെ, നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കണം എന്നുള്ള വാശിയാണ് ഓരോരുത്തരെ എത്തിപ്പെടാൻ പറ്റുന്നത്. അല്ലാതെ എങ്ങനെയെങ്കിലും ഏത് രീതിയിലെങ്കിലും, കാരണം നിങ്ങളെ ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്തു. പക്ഷേ നിങ്ങളുടെ ഒരു വീഡിയോ ഉണ്ട്, ഈ നാക്കിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് പറയുന്ന അമ്മമാരാണ് തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അപകടകാരിയായിട്ട് മാറുന്നത്. ഒരുപാട് സംഭവങ്ങൾ ലോകത്തുണ്ട്. പറയാൻ വാക്കുകൾ തന്നെ കിട്ടുന്നില്ല. കാരണം ഇവനെപ്പോലുള്ള ഒരിക്കലും ഒരാളും ഈ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ഇടവരുത്താതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു കുഞ്ഞിന് ഞാൻ ഇപ്പോഴും പറയുന്നത്, ഒരു കുഞ്ഞിൻ്റെ മേത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ
അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പം തന്നെ ചെറിയ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ പോലീസിനെ റിപ്പോർട്ട് ചെയ്യണം. കാരണം അച്ഛനെയും അമ്മയും വരെ ഉപദ്രവിക്കുന്ന കാലഘട്ടങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് ലോകം. കാരണം അമ്മ എല്ലാവരെയും രക്ഷിക്കും എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അമ്മയാണ് എല്ലാത്തിനും, കാരണം അമ്മമാരങ്ങനെയാണ് ലോകത്തിലെ. പക്ഷേ അതിനകത്തും കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി നമ്മൾ നല്ലപോലെ നോക്കിയേ പറ്റത്തുള്ളൂ. ഇനി ഇങ്ങനത്തെ ഒരു കുഞ്ഞ് നമ്മുടെ നാട്ടിൽ മരണപ്പെടാൻ പാടില്ല.